1300 വർഷമായിട്ട് കൊടുങ്കാറ്റും സുനാമിയും കടലിലെ ഉപ്പുവെള്ളവും എല്ലാം നേരിട്ടിട്ടും ഇന്നും തലയുയർത്തി നിൽക്കുന്ന ഒരു ക്ഷേത്രം ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ ഒരു അത്ഭുതം കാണാനാണ് ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് എത്തിയിരിക്കുന്നത്. ഇതൊരു ക്ഷേത്രം മാത്രമല്ല കേട്ടോ, കാലത്തെ പോലും തോൽപ്പിച്ച ഒരു ചരിത്രമാണ്. ചെന്നൈ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഈസ്റ്റ് കോസ്റ്റ് റോഡിലൂടെ നമ്മൾ മുൻപോട്ടേക്ക് പോകുമ്പോൾ ഒരു വശത്ത് ബംഗാൾ ഉൾക്കടലും മറുവശത്ത് പച്ചപ്പിന്റെ കാഴ്ചകളുമാണ് നമുക്ക് കാണാൻ കഴിയുക. ഏകദേശം 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തുന്നത് മഹാബലിപുരം എന്ന ചരിത്ര നഗരത്തിലേക്കാണ്. പാർക്കിങ്ങിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ കടലിന്റെ കാറ്റും തിരമാലകളുടെ ശബ്ദമെല്ലാം നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ആദ്യമായി ഷോർ ടെമ്പിൾ കണ്ണിൽപ്പെടുന്ന നിമിഷം ഫോട്ടോകളിലെല്ലാം കണ്ടതിൽ എത്രയോ മനോഹരമാണ് കേട്ടോ ആ കാഴ്ച. ഇത്രയും വർഷങ്ങൾ കടലിനോട് ചേർന്ന് നിന്നിട്ടും ഇതിന്റെ ഭംഗിക്കൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഈ കല്ലുകൾ എത്ര തലമുറകളെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ എത്ര രാജാക്കന്മാരുടെ കാലം കടന്നു പോയിട്ടുണ്ടാവും. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അത്ഭുതമാണ് തോന്നുക. ഇനി നമുക്കിതിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. ഏകദേശം 8ാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശമാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. അന്നത്തെ കാലത്ത് ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇന്ന് ക്രെയിനും മെഷീനുകളും എല്ലാം ഉള്ള കാലത്ത് പോലും ഇത് നിർമ്മിക്കുക പ്രയാസമായിരിക്കും. പക്ഷേ 1300 വർഷങ്ങൾക്ക് മുമ്പ് ഇവരിത് എങ്ങനെ നിർമ്മിച്ചു എന്നത് ഇന്നൊരു വിസ്മയം. ഈ ക്ഷേത്രത്തിലെ ഓരോ ശില്പവും ഓരോ കഥകളാണ് പറയുന്നത്. നന്ദിയുടെ പ്രതിമകൾ, ശിവക്ഷേത്രം, വിഷ്ണുവിൻ്റെ ശയനരൂപം, ഓരോ ഭാഗത്തും അതിമനോഹരമായ കൊത്തുപണികളാണ്. ഇത് ഒരു ആരാധനാലയം മാത്രമല്ല, ഒരു തുറന്ന മ്യൂസിയം പോലെയാണ് നമുക്ക് തോന്നുക. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കഥയുണ്ട്. ഒരു കാലത്ത് ഇവിടെ 7 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് കാണുന്നത് അതിലൊരെണ്ണം മാത്രമാണ്. ബാക്കി ക്ഷേത്രങ്ങൾ കടലിനടിയിലാണെന്നാണ് വിശ്വാസം. 2004 സുനാമിക്ക് ശേഷം കടലിൽ ചില പഴയ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോൾ ഈ കഥ വീണ്ടും ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവിടുത്തെ നിശബ്ദതയാണ്. കടലിൻ്റെ ശബ്ദവും കാറ്റിൻ്റെ തണുപ്പും, മുന്നിൽ 1000 വർഷങ്ങളുടെ ചരിത്രവും. ഇവിടെ കുറച്ച് സമയം ഇരുന്നാൽ നഗരത്തിൻ്റെ എല്ലാ തിരക്കുകളും നമ്മൾ മറന്നുപോകും. യാത്ര എന്നത് പുതിയ സ്ഥലങ്ങൾ കാണുക എന്നത് മാത്രമല്ലല്ലോ, പുതിയ അനുഭവങ്ങൾ കൂടി മനസ്സിൽ സൂക്ഷിക്കലാണ്. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: രാവിലെ നേരത്തെ തന്നെ എത്തുക. ചൂട് കൂടുതലായതിനാൽ വെള്ളം നമ്മൾ കരുതണം. നല്ലൊരു വാക്കിംഗ് ഷൂ ഉള്ളത് നല്ലതാണ്. സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ് സമയത്ത് വന്നാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. പിന്നെ ക്യാമറ കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ, അത്രയ്ക്ക് ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ഒപ്പിയെടുക്കാനുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ക്ഷേത്രം ഇത് വെറും കല്ലുകൾ കൊണ്ട് പണിത ഒരു കെട്ടിടമല്ല. 1300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മഹത്തായ സാമ്രാജ്യത്തിൻ്റെ സ്വപ്നമാണ്. 8ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിലെ പല്ലവ രാജവംശം അതിൻ്റെ ഏറ്റവും ശക്തമായ കാലഘട്ടത്തിലായിരുന്നു. യുദ്ധത്തിൽ മാത്രം വിജയിച്ച രാജാക്കന്മാരെല്ലാവരും കലയും ശില്പകലയും ചരിത്രവും സൃഷ്ടിച്ച ഭരണാധികാരികളായിരുന്നു. ആ രാജവംശത്തിലെ രാജസിംഹൻ അഥവാ നരസിംഹവർമ്മൻ രണ്ടാമൻ ലോകം ഓർമ്മിക്കുന്ന ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ കടലിനെ സാക്ഷിയായിട്ട് ഈ ഷോർ ടെമ്പിൾ ജനിച്ചു. ഒരു നിമിഷം നമ്മൾ ആലോചിച്ചു പോകും, ഇന്ന് ക്രെയിനും മെഷീനുകളും ലേസർ ഉപകരണങ്ങളും ഉണ്ട് നമുക്ക്. പക്ഷേ 1300 വർഷങ്ങൾക്ക് മുമ്പ് ഇവയൊന്നും ഇല്ലാത്ത കാലത്ത് ഇത്രയും വലിയ ഗ്രാനൈറ്റ് കല്ലുകൾ എങ്ങനെ ഇവിടെ എത്തിച്ച്, എങ്ങനെ ഇത്ര കൃത്യതയോടെ കൊത്തിയെടുത്ത്, എങ്ങനെ കടലിന്റെ തൊട്ടരികിൽ ഇത്ര ശക്തമായൊരു നിർമ്മാണം പൂർത്തിയാക്കി? ഉത്തരം ഇന്നും പൂർണ്ണമായിട്ടും നമുക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് മനുഷ്യന്റെ അസാധാരണമായ ഒരു കഴിവിന്റെ തെളിവാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഓരോ തിരമാലയും ഈ മതിലിനെ സ്പർശിക്കുന്നു. കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും സുനാമിയും വരെ വന്ന്. പക്ഷേ ഈ ക്ഷേത്രം ഇന്നും തലകുനിച്ചിട്ടില്ല. ഈ ക്ഷേത്രത്തിൽ 2 ശിവക്ഷേത്രങ്ങളും ഒരു വിഷ്ണു ക്ഷേത്രവും ഉണ്ട്. മതവിശ്വാസം മാത്രമല്ല, അന്നത്തെ ശില്പികളുടെ സങ്കല്പശക്തിയും ഇവിടെ ഓരോ കല്ലിലും ജീവിക്കുന്നു. ഓരോ നന്ദി പ്രതിമയും ഓരോ ശില്പവും ഓരോ മതിലും 1300 വർഷം പഴക്കമുള്ള കഥയാണ് നമ്മളോട് പറയുന്നത്. യൂറോപ്യൻ നാവികർ ഈ തീരത്തുകൂടി യാത്ര ചെയ്തപ്പോൾ കടലിൽ നിന്ന് അവർക്ക് നിരവധി ഗോപുരങ്ങൾ കാണായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ പ്രദേശം 7 പഗോഡാസ് എന്ന പേരിലാണ് പ്രശസ്തമായത്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ക്ഷേത്രം മാത്രമാണ്. ബാക്കിയുള്ളവ കടലിനടിയിൽ ഉറങ്ങുകയാണോ, അല്ലെങ്കിൽ അത് ചരിത്രത്തിൻ്റെ മറ്റൊരു രഹസ്യമാണോ? ആ ചോദ്യം ഇന്നും വ്യക്തമായ ഉത്തരവില്ല. അതാണ് മഹാബലിപുരത്തിൻ്റെ ഏറ്റവും വലിയ കൗതുകം. ഇവിടെ നിൽക്കുമ്പോൾ ചരിത്രം വായിക്കുന്നതല്ല, നമ്മൾ ചരിത്രത്തെ നേരിട്ട് കാണുകയാണ്. 1300 വർഷങ്ങൾക്ക് മുമ്പ് ആരോ തീർത്ത ഒരു സ്വപ്നം ഇന്നും കടലിൻ്റെ അരികിൽ അഭിമാനത്തോടെ ജീവിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ടത് ഒരു ക്ഷേത്രമല്ല, 1300 വർഷങ്ങളുടെ ചരിത്രമാണ്. ഇന്ത്യയുടെ പൈതൃകത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു അത്ഭുത നിർമ്മിതി. നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ മഹാബലിപുരം ഷോർ ടെമ്പിൾ ഒരിക്കലും മിസ് ചെയ്യരുത്.